ഹലോ, നമുക്കിന്ന് കുമ്പളങ്ങ വെച്ചൊരു പേട ഉണ്ടാക്കാം. അതിനാദ്യം കുമ്പളങ്ങ ക്ലീൻ ചെയ്യുവാണ്. അത് റൗണ്ടായിട്ട് കണ്ടിച്ചെടുക്കണം. കണ്ടിച്ചെടുത്ത് കഴിഞ്ഞ് നമുക്ക് ക്യൂബ്സ് ആയിട്ടാണ് വേണ്ടത്. അപ്പം നടുക്കത്തെ ഭാഗം നമ്മൾ ഇതുപോലെ കണ്ടിച്ചെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നടുക്കത്തെ ഭാഗം നമ്മൾ കളയും. എന്നിട്ട് നമ്മൾ ക്യൂബ്സ് പോലെ ഇത് അരിഞ്ഞെടുക്കണം. ഇതിങ്ങനെ നമ്മൾ കണ്ടിച്ചെടുക്കണം. നടുക്കത്തെ ഭാഗം നമ്മൾ അതുപോലെ സെപ്പറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം ക്യൂബ് പോലെ കണ്ടിച്ച് നമുക്ക് ഏകദേശം ചിലതൊക്കെ ക്യൂബ് പോലെ കിട്ടിയുള്ളൂ. പിന്നെ ബാക്കി കളഞ്ഞില്ല. ബാക്കിയും നമ്മൾ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം നമ്മൾ അതുപോലെ അരിഞ്ഞെടുത്ത് അത് കഴിഞ്ഞ് നമുക്ക് ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്ത് അതിലൊരു ശകലം ചുണ്ണാമ്പ് കലക്കണം. കലക്കി കഴിഞ്ഞ് ഫോർക്ക് ഉപയോഗിച്ച് എല്ലാ ക്യൂബ്സിനെയും ഇതുപോലെ ഹോളിട്ട് കൊടുക്കണം. ഹോൾ നമ്മൾ ഇടുമ്പോൾ അങ്ങ് അകത്ത് വരെ ആ ഫോർക്കിൻ്റെ പഞ്ചസാര ലൈനിൽ നമ്മൾ ഇടേണ്ടതാണ്. അപ്പോൾ അങ്ങ് അകത്ത് വരെ അത് പിടിക്കണം. അതിനാണ് നമ്മൾ ഈ ഹോളിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് 12 മണിക്കൂറോളം നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞ് നല്ലപോലെ നമ്മൾ ഞെരടി അത് കഴുകി പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. തിളപ്പിക്കുമ്പം ഒരു ശകലം കഴിയുമ്പോൾ അത് വേവാവും. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ഇത് ഊറ്റി വെച്ച് കഴിഞ്ഞ് വേറൊരു പാൻ എടുത്തിട്ട് 1 കപ്പ് പഞ്ചസാര 2-3 ഏലക്കയും കൂടി ഇട്ട് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്ത് കഴിഞ്ഞ് അതിൽ ഒരു ചെറുതായിട്ടൊന്ന് ഉരുകി വരുമ്പോഴേ നമുക്ക് കുമ്പളങ്ങ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൈ വെച്ച് നോക്കുമ്പോൾ ഒരു നൂല് പരുവത്തിന് ഇച്ചിരി കട്ടിക്ക് നമുക്ക് കിട്ടണം. അതുവരെ ഈ കുമ്പളങ്ങ ഇട്ട് നമ്മൾ എപ്പോഴും ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഒരു പ്ലേറ്റിലോട്ടോ എന്തിനേലും മാറ്റിയിട്ട് ഒന്നെങ്കിൽ വെയിലത്ത് അല്ലെങ്കിൽ നമുക്ക് ഫാനിൻ്റെ കീഴിൽ വെച്ച് ഉണക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ പരുവം നോക്കണേ. അപ്പോൾ ആ നൂല് പോലെ കിട്ടണം നമുക്ക്. ഇപ്പം നമുക്ക് ചെറുതായിട്ട് നൂല് പോലെ കിട്ടി. എന്നാലും പരുവമായിട്ടില്ല. ഇതാണ് കറക്റ്റ് പരുവം. ഉണക്കി കഴിഞ്ഞ് നമുക്കിത് സെർവ് ചെയ്യാം. പേട റെഡി. എല്ലാവരും ട്രൈ ചെയ്യണേ.